ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1865. ഇന്ന് ഫെബ്രുവരി മാസം 7-ാം തീയതി. ഈ ആണ്ടിലെ 38-ാമത്തെ ദിവസത്തിലെത്തി. സമ്പാദ്യങ്ങളില്ലാതെയും വിഭവങ്ങൾ സ്വരൂപിക്കാതെയും അത് നാളത്തേന് സൂക്ഷിച്ചു വെക്കാതെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യജീവിതം മുമ്പോട്ട് സുരക്ഷിതമായി പോകുക? അതുകൊണ്ട് തന്നെ അധ്വാനവും സമ്പാദ്യവും വിഭവങ്ങളുടെ ശേഖരണവും സ്വരൂപിക്കലുമൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഇതിനെതിരെ ക്രിസ്തുയേശു എന്തിനാണ് കുറച്ചൊരു ശാസനയോടുകൂടി ചില മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തന്നത്? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളൊക്കെ പുഴുവും തുരുമ്പും നശിപ്പിക്കാനും കള്ളന്മാർ കയറി മോഷ്ടിക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അധികം അത് സ്വരൂപിക്കരുത്. ഇതില്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? ഇത് പറഞ്ഞ് നമ്മുടെ കർത്താവിനെ ഒടുവിലെ സംസ്കരിക്കാനുള്ള സ്ഥലവും തോട്ടത്തിലെ കല്ലറയും ഒക്കെ വിട്ടുകൊടുത്തു. യഹൂദ മതാചാരപ്രകാരം സംസ്കരിക്കാൻ മുൻകൈയെടുത്ത അരിമത്തിയിലെ യൗസേപ്പും നിക്കോദീമോസും ഒക്കെ വിഭവങ്ങൾ ശേഖരിച്ച ആളുകളായിരുന്നല്ലോ. ആ വിഭവങ്ങളുടെ ഭാഗവും ഫലവുമായിരുന്നല്ലോ നമ്മുടെ കർത്താവിന്റെ അവസാനത്തെ വിശ്രമവും. പിന്നെന്താണ് ഇത് തമ്മിലും ചേരാതെ പോകുന്നത്? എന്റെ നിങ്ങളുടെയുമൊക്കെ ഇതിനോടുള്ള സമ്പത്തിനോടും വിഭവങ്ങളോടുമുള്ള നമ്മളുടെ സമീപനവും നമ്മളുടെ മനോഭാവം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും സുരക്ഷിതമാക്കേണ്ടതും. പ്രായമായപ്പോൾ ധനികനൊരു ഭയം തോന്നി. എങ്ങനെയാണ് തന്നെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുക? അതുകൊണ്ട് ആത്മസുഹൃത്തിനോട് ചോദിച്ചു, മരിക്കുമ്പോൾ കുറച്ചെങ്കിലും സമ്പാദ്യം കൂടെ കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സുഹൃത്ത് ചോദിച്ചു, താങ്കൾ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുന്നയാളല്ലേ, അമേരിക്കയിൽ പോകുമ്പോൾ ഏത് കറൻസിയാണ് കൊണ്ടുപോവുക? ഡോളർ. അയാൾ ഉത്തരം പറഞ്ഞു. കുവൈറ്റിലാവുമ്പോഴോ? ദിനാർ. ഓരോരോ രാജ്യങ്ങൾ ചോദിക്കുകയും അതാത് രാജ്യങ്ങളിലെ കറൻസിയുടെ പേര് മറുപടിയായി ധനികൻ പറയുകയും ചെയ്തു. അപ്പോൾ സുഹൃത്ത് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിൽ മരണശേഷം ഉപകരിക്കുന്ന കറൻസികളല്ലേ അപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് ജീവിച്ചാലോ. എന്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തെ കുറെ കൂടി സൂക്ഷ്മതയോടുകൂടി ഒന്ന് കൈകാര്യം ചെയ്യണ്ടേ? പുഴുവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തില് നിക്ഷേപം സ്വരൂപിക്കുവിൻ എന്നുകൂടി നമ്മുടെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത്തരം ചില നിക്ഷേപങ്ങളെ കുറിച്ച് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം, ആലോചിക്കാം, വ്യാകുലപ്പെടാം പ്രാർത്ഥനയോടുകൂടി. ആമേൻ.